ഈ ടോം ക്രൂയിസ് സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് സ്റ്റണ്ട് ചെയ്യുമ്പോൾ അതൊക്കെ ചുമ്മാ പ്രൊമോഷൻ പരിപാടിയാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, സേഫായിട്ട് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ട് ഗ്രാഫിക്സ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്കുള്ള നല്ല മറുപടിയാണ് ഒരർത്ഥത്തിൽ വാർ 2. ഈ പടത്തിലെ ഏതാണ്ട് എല്ലാ സീനിലും എന്തെങ്കിലും ഒരു ഗ്രീൻ സ്ക്രീൻ എലമെൻ്റ് ഉണ്ടാകും. അതുണ്ടാക്കുന്ന കല്ലുകടി ചില്ലറയൊന്നുമല്ല. ഈ പടത്തിൻ്റെ തുടക്കത്തിൽ ഒരു ട്രെയിനിൻ്റെ മുകളിലൂടെ കാർ ഓടിക്കുന്ന സീനുണ്ട്. ഈ സീനിൽ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുള്ളത് കണ്ടാൽ മനസ്സിലാകും ഗ്രാഫിക്സിലൂടെ ഈ സീക്വൻസ് എങ്ങനെയാണ് മാറാൻ പോകുന്നത് എന്ന് ഈ അഭിനയിച്ചിട്ടുള്ളവർക്കൊന്നും ഒരു ധാരണയുമില്ല. ആ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. റിയൽ ഫുട്ടേജിൽ നിന്ന് CGI ഫുട്ടേജിലേക്ക് സിനിമ മാറുന്നത് എളുപ്പത്തിൽ മനസ്സിലാവും. കാണുന്നവന് തലവേദന തരുന്ന തരത്തിലുള്ള ഇങ്ങനത്തെ ലോജിക് ഇല്ലാത്ത പല സാധനത്തിനും ഇവർ കോടികൾ മുടക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഫ്ലാഷ് ബാക്ക് എന്നും പറഞ്ഞ് 1999 കാണിക്കുമ്പോഴുള്ള ട്രെയിൻ വന്ദേ ഭാരത് ഉണ്ടാക്കിയതിന് തൊട്ട് മുന്നിലുള്ള ബാച്ചിൽ ഉണ്ടാക്കിയ കോച്ചുകളുള്ള ട്രെയിനാണ്. മിനിമം ഇന്ന് ട്രാക്കിൽ ഓടുന്ന ഏറ്റവും പഴയ ട്രെയിൻ ഉപയോഗിക്കാനുള്ള സെൻസ് പോലും ഇതുണ്ടാക്കിയവർക്കില്ല.